ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ഗെയിമിംഗ്. അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എമർജൻസി ഹാംബർഗ് എന്ന് പറഞ്ഞാണ്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഗൈസ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു ട്രക്കിൻ്റെ ജോബാണ്. അപ്പം ഇന്നിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് നമുക്കൊരു ഫയർ ഫൈറ്റർ ആവാമെന്ന് ഗൈസ്. ഇപ്പോൾ ഫയർ ഫൈറ്റർ ആവാനായിട്ട് അവിടെ എന്തൊക്കെയോ മാരെയൊക്കെ ഒരു ഇൻട്രോ എടുക്കാൻ നോക്കത്തില്ല. അതിന് പിന്നെ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. വെടിവെപ്പാന്ന് തോന്നുന്നു. മൈൻഡ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അതുപോലെ ഞാൻ ജോബൊക്കെ അന്നേരം ഞാനിത് എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഫോൺ എടുത്തു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എല്ലാ ആപ്പും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഗൈസ് എൻ്റെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പം എനിക്ക് ഇങ്ങോട്ടേക്കുള്ള നാവിഗേഷൻ കാണിച്ചു. ഞാനിട്ട് ഇവിടെ വന്നു. അങ്ങനെയാണ് ഗൈസ് ഞാനിത് ഇവിടെ വന്നത്. കൈ തന്നെ പിടിക്കാം. അപ്പം നമുക്ക് ആണെങ്കിലും ഇന്ന് ഫയർ ഫൈറ്റർ ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം ഗൈസ്. അപ്പം ആണെങ്കിലും ഇവിടെ പോകണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിലാണ് ഗൈസ് നമുക്ക് പോകണ്ടേ. മാറാം ഞാൻ ഫസ്റ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഇപ്പം അപ്പോൾ കുറച്ച് പിന്നെ നമ്മൾ ട്രക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് XP കിട്ടിയില്ലായിരുന്നു ഗൈസ്. അതൊക്കെ എന്ത് ചെയ്തു അപ്പം? അതെ, എനിക്ക് തോന്നുന്നു ഓരോ ജോലിക്കും ഓരോ XP ടോട്ടലായിരിക്കും ഗൈസ്. റെസ്ക്യൂ സർവീസും ഫയർ ഡിപ്പാർട്ട്മെൻറ്റും ഓക്കെ. ഇതിനെപ്പറ്റി ഞാൻ കുറച്ചൊന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് റെസ്ക്യൂ സർവീസ് കുറച്ച് പാടാന്നാണ്. അതുകൊണ്ട് ഞാൻ ഫയർഫോഴ്സ് തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ പോയിട്ട് ഞാൻ ഇവിടുന്ന് വെഹിക്കിൾസ് കളക്ട് ചെയ്യണം ഗൈസ്. നമുക്ക് ഈ ഒരൊറ്റ വണ്ടിയെ കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം ഗെയിം പാസ് കൊടുക്കണം, അല്ലെങ്കിൽ കുറേ XP വേണം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി. ഞാനിപ്പം സ്പോൺ ചെയ്തതാണ്. അതേപോലെ തന്നെ എൻ്റെ അകത്ത് ബാക്കിയുള്ളവരുടെ വണ്ടിയൊക്കെ എടുക്കാൻ നോക്കിയായിരുന്നു. എനിക്ക് നടന്നില്ല. ഇതുപോലെ നമ്മൾ ഞെക്കണം. നമുക്കോരോ ഇത് വരും. അപ്പം ഇവിടെ ഫയർ ബ്രോക്ക് ഔട്ട് എന്ന് വന്നു. നമ്മളപ്പം അത്ര അങ്ങോട്ടേക്ക് പോകണം. അതേപോലെ തന്നെ ട്രക്ക് ലോഡ് അതൊക്കെ നമുക്ക് ഫയർഫോഴ്സ് ചെയ്യേണ്ടതാണ് ഗൈസ്. ഏകദേശം പറപ്പിച്ചു വിടാണ്. ഇതെനിക്ക് തോന്നുന്നു നേരത്തെ വന്ന കോളായതുകൊണ്ട് മിക്കവാറും ആരെങ്കിലുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്രത്തോളം തീ അണയ്ക്കണോ അത് വെച്ചിട്ടാണ് ഗൈസ് നമുക്ക് പൈസ കിട്ടുന്നത്. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉമ്മാർ തീ അണയ്ക്കും, വെള്ളം ഒഴിച്ച് കെടുത്തും. ആക്ച്വലി ഗൈസ് അപ്പോൾ നമ്മൾ വിചാരിക്കും ട്രക്കിൽ നിന്നായിരിക്കും വെള്ളം എടുക്കുന്നതെന്ന്. അല്ല ഗൈസ്, എന്ത് ട്രക്കാടാ വലിച്ചൊന്ന് വരുമ്പോൾ ഭയങ്കര ടൈം എടുക്കുന്നത്. കയറ്റത്തിൽ വരുമ്പോൾ നല്ല പടാണ്. അതുപോലെ തന്നെ ഈ ട്രക്കിൽ നല്ല വെള്ളം എടുക്കുന്നത് സൈഡിലുള്ള ഓരോ ഹൈഡ്രൻ്റ് ഉണ്ടാവും ഗൈസ്. അതിൽ നിന്നാണ് ഗൈസ് നമ്മൾ വെള്ളം എടുക്കണേ. നമ്മുടെ കയ്യിലൊരു ഹോസ് കാണും. ടാബ് അടിച്ച് കഴിയുമ്പോൾ ഒരു ഹോസ് വരും. അതിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് വരും. അതിൻ്റെ അകത്ത് നമ്മൾ ഹോസ് എടുത്തിട്ട് അത് ഹൈഡ്രൻറ്റിലോട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം എടുക്കണം ഗൈസ്. പിന്നെ എന്തിനാ ഇത്രയും വലിയ ട്രക്കെന്ന് എനിക്കറിയത്തില്ല. ഒന്നും കയറ്റത്തിൽ വലിക്കത്ത് പോലും ഇല്ല. വേറെ അയാൾ ട്രക്കിൻ്റെ ജോബൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അവിടെ ആരും എത്തിയിട്ടില്ല. അയ്യോ, നമ്മളിനി അവിടം വരെ പോയിട്ട് ഇല്ല ഗൈസ്, കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ട്രക്കിന് പെറ്റി അടിക്കത്തില്ല ഗൈസ്, ഫൈൻ വരത്തില്ല ഗൈസ്. എന്തുവാടാ വളച്ചാലും വളയത്തില്ല. പൊട്ട ട്രക്ക് വന്നിട്ട് തീ എടുത്ത് വന്നോട്ടെ എന്നാ കാണിക്കാനാ. ഓ, ഇതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ മറ്റേ ട്രക്ക് തന്നെയായിരുന്നു. അതിന് ഇച്ചിരൂടെ സ്പീഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ജോബ്, എല്ലാ ജോബിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. ബട്ട് ഇതാണ്ടോ ഗൈസ്, അയ്യോ ഞാൻ ആ വണ്ടി ഇടിച്ചിട്ട്. കുഴപ്പമില്ല ഗൈസ്. ഇതുണ്ടോ ഗൈസ്, നമ്മൾ ഈ ഹോസ് എടുക്കണം. അപ്പോൾ ഈ കണക്ട് ചെയ്യണം. അപ്പോഴത്തേക്കും അവൻ തീ മുഴുവൻ കെടുത്തി. അവൻ മൊത്തം തീയും കെടുത്തി ഗൈസ്. നമുക്ക് ഒന്നും പോലും തന്നില്ല. പിന്നെ എന്തിനാ ഞാൻ അവിടം വരെ വന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്തൊരു കഷ്ടമാണ്. ഞാൻ വെറുതെ ഇടം വരെ വന്ന ഗൈസ്. ഞാൻ പിന്നെ മണ്ടത്തരം തന്നെ കാണിക്കുന്നത്. തീ കെടുത്തില്ല, അവൻ കെടുത്തി. ഞാനാ വണ്ടി ഞാൻ ഇഷ്ടമല്ല, ഞാൻ ഇടിച്ചവനെ പരിപ്പാക്കുന്നത്. ഇതെന്നാ ഗൈസ്,
അവൻ വന്ന് എന്നെ ഇടിച്ചു. അതായത് അവന്റെ വണ്ടിയും കൊണ്ടല്ല, അവൻ നടന്നു വന്ന് ഇടിച്ചു. എന്റെ ട്രക്ക് അവൻ തിരിച്ചു കളഞ്ഞു. നല്ല സ്പീഡിൽ പോയിട്ട് അവനെ വണ്ടി ഇടിച്ചു നമുക്ക്. അവന്റെ വണ്ടി ഒന്നും അറിയുന്ന പോലുമില്ല. ഞാൻ ഹൈഡ്രന്റെ ഒക്കെ പൊട്ടിച്ചിട്ട് വന്ന്. അയ്യോ, ഇനി ഒരു കാര്യമില്ലാണ്ട് ഇവിടം വരെ വന്നു. നമുക്കാണെങ്കിൽ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കണ്ടാൽ അറിയാം. ഇതെന്നതാ? ഹെൽമെറ്റ്, റെസ്പിറേറ്റർ, ഇതൊക്കെ എന്തിനാ? നമുക്ക് ഇനി ഇതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൊന്നും വരത്തില്ല. അത് ഭയങ്കര ഉപകാരമാണ്. ഞാൻ നിങ്ങൾ എപ്പോഴും കാണിച്ചു തരാം. ഈ ട്രക്കിന്റെ മാക്സിമം സ്പീഡ് 97 km/h ആണ്. എന്നിട്ട് വല്ല കയറ്റം വരുമ്പോഴത്തേക്ക് അതിന്റെ അവസ്ഥ കണ്ടോണേ. 40 km/h പോകുന്നു ഗൈസ്. കണ്ടോ? ഈ ഒരു കയറ്റം വരുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് കണ്ടോണേ, 40. വലിച്ചു കയറി വരുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും ഗൈസ്. നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ റെഡ് ലൈറ്റ് ആണ്, പക്ഷെ ഞാൻ ക്രോസ് ചെയ്തു. ഫൈനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഗൈസ്. ഞാൻ തന്നെ ഫയർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി തിരിച്ചിടാം ഗൈസ്. നല്ല എങ്ങോട്ടേലൊക്കെ പെട്ടെന്ന് പോകേണ്ടി വന്നാൽ പോകാൻ പറ്റുള്ളൂ. എണ്ണ നടമാരിയൊക്കെ വണ്ടി വളയുന്നില്ല. ഓക്കെ, ഞാൻ ട്രക്ക് ഇങ്ങനെ ഉണ്ടേ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി. ഇതെന്നാടാ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കണേ? ഓ, ഒരുപാട് പുകയുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ ഇടാനുള്ളതായിരിക്കും ഗൈസ് അത്. ഇതിനകത്ത് തന്നെ ഈ ചട്ടി പോലത്തെ ഹെൽമെറ്റ്, മെയിൻ ചട്ടി കമത്തി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. രസമില്ല. അതുകൊണ്ട് ഞാൻ അതും കളയുവാണ്. ഇതന്നെയാണ് ഗൈസ് നമ്മുടെ പോകണം ഗൈസ് നല്ലത്. നമ്മളിനി കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഗൈസ്. നല്ല ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലേ അടുത്തൊരു ഇത് വരത്തുള്ളൂ. ഇതൊക്കെ അവന്മാർ നേരത്തെ പോയി വെട്ടി കാണില്ലായിരുന്നു, ഞങ്ങൾക്ക് അതൊക്കെ പോയി എടുക്കായിരുന്നു. ബട്ട് ഇതൊക്കെ അവന്മാർ നേരത്തെ പോയി ഉറപ്പായിട്ടും കളക്ട് ചെയ്തിട്ടുണ്ടാവും. മെഡിക്കൽ എമർജൻസി ആണ് കേസ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഈ ട്രക്കിന്റെ ലോഗോ എന്ന് കേസ് എവിടെയോ ഒരു കണ്ടുപരിചയം അല്ലേ? ബെൻസിന്റെ ലോഗോ ആണ് കേസ്. അത് സ്റ്റാർ പോലെയൊക്കെ എടുത്തു. ഓക്കെ, ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരും. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമുക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ട്രീ ഫെൽ ഓൺ ദി റോഡ് എന്നാണ് കേസ് ക്വസ്റ്റ്യൻ്റെ പേര്. നമുക്ക് എന്താണ് പോവാം, ടൈം കളയാനില്ല. ട്രീ ഫെൽ ഓൺ ദി റോഡ്. ഞാൻ കുറച്ച് ഡിലേ ആയി പോയി ഗൈസ്. ഞാൻ ഇവിടെ AFK നിൽക്കുമായിരുന്നു, കുറച്ച് നേരമായി. ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ പറപ്പിച്ചാണ് ഗൈസ് പോണേ. പക്ഷെ എനിക്ക് പറക്കണം, പക്ഷെ ഈ വണ്ടി അത് സ്പീഡിലൊന്നും പോകുന്നില്ല. ട്രീ ഫെൽ ഓൺ ദി റോഡ്. അപ്പം നമ്മുടെ ടാബ് അടിക്കാൻ, ഞാൻ ലാപ്ടോപ്പിലാണ് ഗൈസ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ടാബ് കീബോർഡൊക്കെ പറയണേ. അപ്പം ഇല്ലേ, മൊബൈൽ അങ്ങനെ കേട്ടില്ല, ലാപ്ടോപ്പിൽ കീബോർഡിൽ കളിക്കുന്നവർക്ക് ടാബ് ഞെക്കിയിട്ട് ഈ മരം മുറിക്കുന്ന പോലത്തെ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് വേണം ഗസ് മുഴുവൻ മുറിക്കാൻ. വണ്ടി വലിയുന്നല്ല ഗസ്, എങ്ങനെ വലിച്ചു കൊണ്ടുപോവാണോ. നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി, അവനൊക്കെ ആദ്യം കയറിപ്പോയി. ഞാൻ അവിടെ AFK വന്നു ഗസ്. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവൻ ഉറപ്പായിട്ട് അങ്ങോട്ട് തന്നെ ഉള്ളതാണ് ഗൈസ്. കാരണം വേറെ അടുത്ത് ഇതൊന്നും വന്നിട്ടില്ല, ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതൊന്നാമത്തെ. അതുപോലെ തന്നെ റൂട്ട് അവിടെ ഒക്കെ അടിയാണ് ഗൈസ്. അവൻ്റെ വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്, എൻ്റെ വണ്ടീനെക്കാട്ടിലും. അതെന്താ അങ്ങനെ? ഭയങ്കര കഷ്ടമാണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ആടെ ട്രാഫിക് ലൈറ്റിൽ പോയിരുന്നു ഗൈസ്. ഇത്തിരി കഷ്ടമാണ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ് ഇത് കളിക്കാൻ. അവനേതും മുറിക്കുമ്പോൾ ചെന്ന് കയറിയിട്ടുണ്ട്.
അവന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ടാബ് അടിച്ച് ഇതെടുക്കണം. ഓക്കെ, നമ്മൾ എന്താണെങ്കിലും ഇങ്ങനെ ഓരോന്നിട്ട് വെട്ടണം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് താഴെ സോ കാണാൻ പറ്റും. സംഭവം സോയ്ക്ക് കുറച്ച് ടൈമുണ്ട് കട്ട് ചെയ്യാൻ. ആ ടൈമാണ്. ഓക്കെ, സോ അവിടെ ഇനിയുണ്ട്. നീ അത് കട്ട് ചെയ്തു, ഞാൻ ഇത് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണെങ്കിലും അത് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും അവൻ്റെ കട്ട് ചെയ്തു. അടുത്തവനോട് ലേറ്റായിട്ടാണ് ഒന്ന്. അപ്പോഴത്തേക്കും നമ്മളെല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി വിട്ടു. ഓക്കെ, നമുക്കാണെങ്കിൽ 65 XP കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഷിഫ്റ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 67 XP കിട്ടും. നമുക്ക് നേരെ പോകാൻ പറ്റുമല്ലേ നമുക്ക്? അവനെന്താ പെട്ടെന്ന് ഇൻവിസിബിൾ ആയിപ്പോയെ? ഓക്കെ, നമ്മൾ വന്ന വഴി മൊത്തം തിരിച്ചു പോകണം. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഈ ഒരു ടണലാണ്. അതിൻ്റെ അകത്ത് ഈ ലോറി ഒട്ടും വലിക്കത്തില്ല. നമുക്ക് രണ്ടുപേർ ഷിഫ്റ്റ് ഇപ്പം എൻഡ് ചെയ്യാം. ഇനി അടുത്ത് വരുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. മാക്സിമം വീഡിയോയുടെ ലെന്ത് കുറച്ച് ഞാൻ വെക്കണം, എന്നാലല്ലേ നിങ്ങൾക്കാണെങ്കിലും ഒന്ന് മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. എന്നാലല്ലേ എനിക്കത് പിന്നീട് ശരിയാക്കാനാണെങ്കിലൊക്കെ പറ്റുള്ളൂ. 65 XP ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് സ്പീഡ് എടുത്താൽ സീനില്ല, അതുപോലെ ട്രാഫിക് ലൈറ്റ് എത്തിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് 100 CP എന്നുള്ളത് അത് തന്നെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് CP എന്തോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ട്രാഫിക് വയലേറ്റ് ചെയ്തും, അതായത് നമ്മുടെ ജോബിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്രാഫിക് വയലേറ്റ് ചെയ്തും സ്പീഡ് എടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ജോബിൽ നിന്ന് പിരിച്ചു വിടുമായിരിക്കും. അതിനുള്ളൊരു സ്കോറായിരിക്കും. നമ്മളെ അടുത്താണ് അവൻ്റെ കളി. നമ്മൾ ആ കാറിന് വണ്ടേ കൂടെ ഒക്കെ വന്നു. എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ അയ്യോ ഇവിടെ കൊണ്ടിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അമ്മ അപ്പുറത്തോടെ ഇപ്പുറത്തോടെയൊക്കെ പോകും. ആ കാറിൻ്റെ എന്താണേലും തീരുമാനമായിട്ടുണ്ടോ? ഉറപ്പാണ്. നാട് റോട്ടിൽ തന്നെ വണ്ടി കിടന്നോട്ടെ. ഇങ്ങനെ നമ്മുടെ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഗെയിമല്ലേ, ഇതെല്ലാം ചെയ്യും. അത് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താണ്? 1950 രൂപ ഞാൻ നേടി. നമ്മളെന്താണ് ഷിഫ്റ്റ് ചെയ്തു. 11 സൈഡിൽ 360 രൂപ ഞങ്ങൾ കിട്ടി. എൻ്റെ വണ്ടി അതാണ്. നമുക്ക് ഫയർ സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ട് തന്നെ വണ്ടി ഇടാം. എൻ്റെ അതെങ്ങനെ ക്യാമറ ചേഞ്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് വണ്ടിക്ക് പ്രത്യേകിച്ച് ബ്രേക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ പാർക്ക് ബ്രേക്ക് പിടിച്ചിട്ടാണ് ഇടണേ. കഴിഞ്ഞ ദിവസം നേരെ നിൽക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഔട്ടർ എടുത്ത പോലെ തന്നെ ഫയർ ഡിപ്പാർട്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. നമ്മളെന്തായാലും കഴിഞ്ഞ ദിവസം ഔട്ടർ എടുത്ത പോലെ തന്നെ ഇന്ന് ഞാൻ ഔട്ടർ എടുക്കുകയാണ്. എല്ലാവർക്കും ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ നമുക്കിനി ലൈക്കിൻ്റെ ഒരു ടാർഗറ്റ് വെക്കാം. ഈ വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് ഒരു 15 ലൈക്കാണ് ടാർഗറ്റ്. അതുപോലെ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് താങ്ക്സ്. പോലീസുകാരൻ പോയതാണ്. ഒരു ഔട്ടർ എടുക്കാൻ പോലും ഇവിടെ ഒരുത്തന്നെ സമ്മതിക്കത്തില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്നെ ലൈക്ക് ചെയ്യുക. ചെറിയ ത്രോട്ടിൻ പെർസെൻറ്റേജാണ്, സൗണ്ട് കട്ടാവുന്ന, സോറി. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരെല്ലാം ഒന്ന് അടിച്ച് പൊട്ടിച്ചേ ഗൈസ്. അതുപോലെ ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും കൂടെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും ബൈ.